ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ നവീൻ ബാബുവിന്റെ കുടുംബം മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. അതിൻ്റെ ഹെഡ്സിനെ മാറ്റിയത് കൊണ്ടുള്ള വ്യത്യാസം മനസ്സിലാവുന്നില്ല. ഞങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുന്ന തരത്തിലുള്ള അന്വേഷണം ഒന്നും തന്നെ നടന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. കുറ്റപത്രം എനിക്ക് അത് വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ കേട്ടറിവുകൾ മാത്രമേ ഉള്ളൂ. അതിൽ അവർ സൂയിസൈഡ് ആസ്പെക്റ്റ് മാത്രമായിട്ട് അന്വേഷിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ ഹോമിസൈഡിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതുപോലെ ഈ ഗൂഢാലോചനയിൽ പങ്കുള്ളവരെക്കുറിച്ചും അവരുടെ പങ്കിനെക്കുറിച്ചും പ്രതിയാക്കപ്പെട്ടവരെക്കുറിച്ചും ഞങ്ങൾ തുടക്കം തൊട്ട് തന്നെ സംശയം ഉന്നയിച്ച് പരാതിയും കൊടുത്തിരുന്നതാണ്. ആ തരത്തിലൊന്നും അന്വേഷണം പോയിട്ടില്ല. വഴിയെ പോകുമ്പോൾ കയറി വന്ന് സംസാരിച്ചു എന്നുള്ള തലത്തിലാണ് ദിവ്യ പ്രസംഗത്തിൽ പറയുന്നത്. പിന്നീട് അതിൽ തന്നെ മാറ്റം വരുന്നുണ്ട്. അവർ നന്നായിട്ട് ഗൂഢാലോചന നടത്തി ഇതിനെക്കുറിച്ച് വളരെ ആലോചിച്ചുറപ്പിച്ച് തന്നെയാണ് വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒറ്റയ്ക്കല്ല, പിന്നിൽ നല്ലൊരു സംഘം തന്നെയുണ്ട്. മറ്റെന്തെങ്കിലും ഇൻറ്റൻഷൻ ഉണ്ടോ എന്നുള്ളത് കൂടി അന്വേഷിക്കേണ്ടതായിരുന്നു. ഒരു അപേക്ഷകനെ സംബന്ധിച്ച് ആ ഓഫീസറുമായിട്ട് പലവട്ടം സംസാരിക്കേണ്ടി വരാറുണ്ട്. ഇത്രയും കരുതി കൂട്ടി തെളിവുകൾ ഉണ്ടാക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് അവർ തീർച്ചയായും കൈക്കൂലി ചോദിച്ചിരുന്നെങ്കിൽ അതിനൊരു തെളിവുണ്ടാക്കാനും ആ ഓഡിയോ അല്ലെ വീഡിയോ ക്ലിപ്പ് പുറത്തുവിടാനും അവർ ശ്രമിക്കേണ്ടതായിരുന്നു. അതുകൊണ്ട് ഇതെല്ലാം വ്യാജമാണ്, ഈ ആരോപണങ്ങളെല്ലാം വ്യാജമാണ്. ഞങ്ങൾ തുടക്കം തൊട്ട് തന്നെ പറയുന്നതും അതുതന്നെയാണ്. തൃപ്തിയില്ല. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഈ ഏജൻസി അന്വേഷിച്ചാൽ ഞങ്ങൾക്ക് പ്രതീക്ഷയില്ലാത്തത് കൊണ്ടാണ് മറ്റൊരു ഏജൻസി, സെൻട്രൽ ഏജൻസി തന്നെ അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് റിട്ട് പെറ്റീഷനുമായിട്ട് പോയത്. അതിൻ്റെ തുടർ നടപടിയിൽ ഇനിയും പോകാൻ ഉദ്ദേശിക്കുന്നതും. അവർ ഈ ദൃശ്യങ്ങൾ അവർ ഫോണിൽ നിന്ന് തന്നെ പ്രചരിപ്പിച്ചു, പ്രാദേശിക ചാനൽ ലേഖകരെ വിളിച്ചു വരുത്തി തുടങ്ങിയ ആരോപണങ്ങളെല്ലാം ദിവ്യക്കെതിരെ കുറ്റപത്രത്തിലുണ്ട്. ഉണ്ട്. അതിലെ മിസ്സിൽ ലിങ്കുകൾ ഞങ്ങൾക്കിനി കുറ്റപത്രം ഒന്ന് സീരിയസ് ആയിട്ട് വായിച്ച് പഠിച്ച് അല്ലെങ്കിൽ കൈ കിട്ടിയ ശേഷമേ അതിനെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാൻ പറ്റത്തുള്ളൂ. കുറ്റപത്രത്തിൽ തൃപ്തിയില്ലെന്നാണ് ADMK നവീൻ ബാബുവിന്റെ കുടുംബം പറയുന്നത്. അവര് പറഞ്ഞ നവീൻ ബാബുവിന്റെ സഹോദരനാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഇപ്പോൾ ഭാര്യ മഞ്ജുഷ കൂടി മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. ഉള്ളടക്കം എല്ലാം കണ്ടില്ല. ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുള്ളവരുടെ കാര്യങ്ങളൊന്നും കുറ്റപത്രത്തിൽ പ്രതിപാദിക്കുന്നില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താ ഇവർ ചെയ്തതെന്ന് അറിഞ്ഞുകൂടാ. സുപ്രീം കോടതിയിലേക്ക് പോകാൻ വേറെ അന്വേഷണ ഏജൻസിക്ക് വേണ്ടിയിട്ടുള്ള നിയമ പോരാട്ടം തുടരുകയാണ്. അതെ, തുടരുകയാണ്. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചത്. കുറ്റപത്രത്തിൽ എന്തൊക്കെ വിവരങ്ങളുണ്ടെന്ന് കണ്ടില്ല എന്നാണ് മഞ്ജുഷ പ്രതികരിച്ചത്. പക്ഷേ അതേസമയം സഹോദരൻ പ്രതികരിച്ചത് അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഒരു കേന്ദ്ര ഏജൻസി തന്നെ വന്ന് ഈ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞത്. പക്ഷേ അതിൽ ആ ഹർജി തള്ളുകയായിരുന്നു. തുടർ നടപടി എന്താണെങ്കിലും ഉണ്ടാകും, കൂടുതൽ നടപടികളിലേക്ക് കടക്കും. ഒപ്പം തന്നെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ, വിശദാംശങ്ങൾ അറിഞ്ഞതിന് ശേഷമാകും